തലസ്ഥാനത്തെ പ്രധാന വാർത്തകൾ. സൈനികരെ നേരിട്ടെത്തി അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. അപ്രതീക്ഷിത സന്ദർശനം പഞ്ചാബ് ആദംപൂർ വ്യോമതാവളത്തിൽ. നരേന്ദ്രമോദിക്ക് സൈനികരുടെ ഊഷ്മള വരവേൽപ്പ്. കശ്മീരിൽ ഭീകരവേട്ട. 3 ലഷ്കർ ഭീകരരെ വധിച്ച് സൈന്യം. അതിർത്തിയിൽ അതീവ ജാഗ്രത. സാഹചര്യങ്ങൾ വിലയിരുത്തി വിദേശകാര്യ മന്ത്രാലയം. ഡൽഹിയിൽ വീണ്ടും തിരക്കിട്ട ചർച്ചകൾ. പാകിസ്ഥാൻ ഭ്രാന്തൻ രാജ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഭാരതം ഉചിതമായ ചികിത്സ നൽകി. ഭീകരവാദത്തെ യുദ്ധമായി കാണുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം പുതിയ ഭാരതത്തിൻ്റെ നിലപാട്. ഭാരത സൈന്യം നീതി നടപ്പാക്കിയെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. ലോകത്തെ ആകെ ചതിച്ച് പാകിസ്ഥാൻ. IMF ഫണ്ട് ഭീകരതയ്ക്ക് വേണ്ടി വിനിയോഗിച്ച് കൊടും ചതിയന്മാർ. കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബങ്ങൾക്ക് 1 കോടി വീതം. ഭീകരകേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കാനും ധനസഹായമെന്ന് പാക് പ്രധാനമന്ത്രി. ശബരിമല ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു 19-ന് എത്തിയേക്കും. ക്രമീകരണങ്ങൾ ഒരുക്കാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും നിർദ്ദേശം. മലപ്പുറം അറയ്ക്കൽ ശ്രീ രുധിര മഹാകാളി ക്ഷേത്ര ഭൂമിയിൽ വ്യാപക കയ്യേറ്റം. 282 ഏക്കറിൽ ഇപ്പോഴുള്ളത് 35 സെന്റ് മാത്രം. ക്ഷേത്രഭൂമിയിൽ അനധികൃത കെട്ടിടങ്ങളും. നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ ശിക്ഷാവിധി അല്പസമയത്തിനകം. പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് 6ാം കോടതി വിധി പറയും. CBSE +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയം 88.39%. തിരുവനന്തപുരം മേഖല രാജ്യത്ത് 2ാമത്. CBSE 10ാം ക്ലാസ് ഫലം വൈകാതെ. പഞ്ചാബിൽ വ്യാജമദ്യ ദുരന്തം. 16 മരണം. 6 പേരുടെ നില ഗുരുതരം. അതിർത്തിയിലെ സംഘർഷത്തിന് പിന്നാലെ ആദംപൂർ വ്യോമതാവളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൈനികരുടെ വൻ വരവേൽപ്പ്. സൈനികരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. അതിർത്തിയിലെ സംഘർഷവും നിലവിലെ സ്ഥിതിയും വ്യോമസേന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് വിശദീകരിച്ചു. ധൈര്യത്തിൻ്റെയും നിർഭയത്വത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ദൃഷ്ടാന്തമാണ് ഭാരത സൈനികരെന്നാണ് പ്രധാനമന്ത്രി കുറിച്ചത്. ഭാരത് മാതാ കി ജയ് വിളിച്ചാണ് സൈനികർക്ക് അദ്ദേഹം ആവേശം പകർന്നത്. माता की भारत माता की भारत माता की माता की വിവരങ്ങളുമായി നന്ദഗോപൻ ഒപ്പം ചേരുന്നു. നന്ദഗോപൻ, പഞ്ചാബിലാണ് സന്ദർശനം. പഞ്ചാബിലെ വ്യോമത്താവളത്തിൽ അത് അപ്രതീക്ഷിത സന്ദർശനമാണ്. അതായത് സൈനികരെ നിങ്ങൾ മുന്നോട്ട് പോകൂ, ഞാനൊപ്പമുണ്ടാകും എന്ന കൃത്യമായ സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത സന്ദർശനത്തിലൂടെ ഉണ്ടാകുന്നത്, അല്ലേ? കൃഷ്ണ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ആദംപൂരിലുള്ള ഈ എയർഫോഴ്സ് സ്റ്റേഷൻ സന്ദർശിച്ചത്. അവിടെ എയർഫോഴ്സിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരുമായി, സൈനിക ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മുഴുവൻ സൈനിക ഉദ്യോഗസ്ഥരും എയർഫോഴ്സിന്റെയും അതേപോലെ തന്നെ കരസേനയുടെ ചില ഉന്നത ഉദ്യോഗസ്ഥരുമായി നിൽക്കുന്ന ചിത്രങ്ങൾ അദ്ദേഹം രാവിലെ തന്നെ എക്സിൽ പങ്കുവച്ചിരുന്നു. മാത്രമല്ല അദ്ദേഹം
രേഖപ്പെടുത്തിയത് ഭാരതത്തിന്റെ സൈനിക വിഭാഗങ്ങളുടെ ധൈര്യവും അതേപോലെ തന്നെ ദൃഢനിശ്ചയവും നിർഭയത്വവും ഒക്കെ തന്നെ അഭിമാനപൂരിതമാണ്. നമ്മുടെ രാജ്യത്തിനായി നമ്മുടെ സായുധ സേന ചെയ്യുന്ന എല്ലാത്തിനും ഭാരതം എന്നും നന്ദിയുള്ളവരാണ് എന്നുള്ള അഭിക്കുറിപ്പോടുകൂടിയാണ് അദ്ദേഹം ഈ ചിത്രങ്ങൾ പങ്കുവച്ചത്. മാത്രമല്ല അദ്ദേഹത്തെ ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ടാണ് അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. നമ്മുടെ ഈ ഭാരതത്തിന്റെ വ്യോമസേനയുടെ വ്യോമ പ്രതിരോധ ശേഷിയിൽ കൂടുതലും ഈ ആധംപൂർ മേഖലയിൽ കേന്ദ്രീകരിച്ചാണ്. പ്രത്യേകിച്ച് ഈ പാകിസ്ഥാൻ ആരോപിക്കുന്നത് ആധംപൂര്, അതേപോലെ തന്നെ ഉദ്ധംപൂര്, ഒപ്പം തന്നെ പത്താൻകോട്ട്, ഭുജ് എന്നിങ്ങനെ 4 വ്യോമ കേന്ദ്രങ്ങൾ അവർ ആക്രമിച്ചു എന്നുള്ളതാണ്. അതിലൊരു വ്യോമ കേന്ദ്രമാണ് ഈ പഞ്ചാബിലെ ജലന്ധറിനടുത്തുള്ള ആദംപൂരുള്ളത്. അവിടെയാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പ്രത്യേക വിമാനം ഇറങ്ങി അവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട് വ്യോമ പ്രതിരോധ രംഗത്ത് പ്രവർത്തിച്ച സയന്റിസ്റ്റുകളുമായും അതേപോലെ തന്നെ ജവാന്മാരുമായും ഒക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തി അവരോട് സന്തോഷം പങ്കുവച്ചിരിക്കുന്നത്. ഇത്തരം തന്ത്രപ്രധാന ഓപ്പറേഷനുകളൊക്കെ തന്നെ നടക്കുമ്പോൾ പ്രധാനമന്ത്രി എപ്പോഴും സൈനികർക്കൊപ്പം എത്തുന്ന ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. നേരത്തെ ചൈനീസ് അതിർത്തിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും സമാനമായ രീതിയിൽ അവിടെ പ്രധാനമന്ത്രി എത്തിയിരുന്നു. അവിടെയും സൈനികർക്ക് ഊർജം നൽകുന്ന വാക്കുകൾ, അതായത് പുല്ലാങ്കുഴലിൽ ഊതുന്ന ശ്രീകൃഷ്ണനെ മാത്രമല്ല ഭാരതീയർ ആരാധിക്കുന്നത്, മറിച്ച് സുദർശന ചക്രമേന്തി നിൽക്കുന്ന ഭഗവാനെയും ആരാധിക്കുന്നു എന്നുള്ള അത്തരത്തിൽ സൈനികർക്ക് പ്രചോദനം നൽകുന്ന വാക്കുകൾ എക്കാലവും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ട്. എല്ലാ ദീപാവലി ദിനങ്ങളിലും അദ്ദേഹം സൈനികരോടൊപ്പമാണ് ആഘോഷിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതിന്റെ മുന്നിലും പിന്നിലും നിന്ന് അതിന്റെ വിജയകരമായ പ്രവർത്തനത്തെ നയിച്ച മുഴുവൻ സൈനിക ഉദ്യോഗസ്ഥർക്കും നന്ദി അറിയിച്ചുകൊണ്ട് അവരെ നേരിട്ട് കാണാനെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഞ്ചാബിലെ വ്യോമത്താവളത്തിലെത്തി സൈനികരെ നേരിട്ട് കണ്ട് അഭിനന്ദിച്ചു പ്രധാനമന്ത്രി. ഭാരത് മാതാ കി ജയ് വിളിച്ചാണ് അദ്ദേഹത്തെ വരവേറ്റത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ. ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാ സേന ഭീകരരെ വധിച്ചു. 3 ലഷ്കർ ഭീകരരെ വധിച്ചുവെന്നാണ് വിവരം. വനപ്രദേശത്തെ ഏറ്റുമുട്ടലിലാണ് ഭീകരരെ വകവരുത്തിയത്. പ്രദേശത്ത് സുരക്ഷാ സേനയും ഭീകരരും ഏറ്റുമുട്ടൽ തുടരുകയാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഷോപ്പിയാനിൽ നിന്ന് ഒപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നുണ്ടോ? 3 ഭീകരരെയും വധിച്ചോ? കൃഷ്ണാജ, ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. 3 ലഷ്കർ ഇ തൊയ്ബ ഭീകരരെ വധിച്ചിട്ടുണ്ട്. അക്കാര്യം സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സൈന്യത്തിന്റെ രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റ് ഓപ്പറേഷൻ കെല്ലർ എന്ന് പേരിട്ടാണ് ഇത്തരത്തിലൊരു ഭീകര വിരുദ്ധ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അതായത് ഷോപ്പിയാനിൽ ഏകദേശം ഷോപ്പിയാൻ മേഖലയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ വന മേഖലയിൽ ഷോക്കൽ കെല്ലർ എന്ന പ്രദേശത്താണ് ഈ ലഷ്കർ ഇ തൊയ്ബ ഭീകരരുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റ് വളരെ കൃത്യമായി ഓപ്പറേഷൻ നടത്തിക്കൊണ്ട് 3 ഭീകരരെ വധിക്കുകയും ചെയ്തിട്ടുള്ളത്. നമ്മൾ രജൌരിയിൽ നിന്ന് മുഗൾ റോഡ് വഴി ഷോപ്പിയാൻ വഴി ശ്രീനഗറിലേക്കുള്ള യാത്രയിലായിരുന്നു. അതിനിടയിലാണ് 11 മണിയോടുകൂടി ഇതിന്റെ വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത്. നമ്മൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോഴും ഈ മേഖലയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ അകലെ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന മേഖലയിൽ നിന്നും ഏറെ അകലെയാണ്, 8 കിലോമീറ്റർ അകലെ വനമേഖലയിലാണ്, കെല്ലർ വനമേഖലയിലാണ് ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത്. നിലവിൽ 3 ഭീകരരെ വധിച്ചെന്ന് വളരെ കൃത്യമായി സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ വന്ന റിപ്പോർട്ടുകൾ 1 ഭീകരനെ വധിച്ചു, 2 ഭീകരരെ വളഞ്ഞിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന വിവരം 3 ഭീകരരെയും ന്യൂട്രൽ ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അതായത് 3 ലഷ്കർ ഇ തൊയ്ബ ഭീകരരെയാണ് രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റ് ഓപ്പറേഷൻ കെല്ലർ എന്ന പേരിട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ ഒരു സംയുക്ത പരിശോധനയിലൂടെ വധിച്ചിട്ടുള്ളത്. ഒപ്പം പ്രദേശത്ത് കൂടുതൽ ഭീകരരുണ്ട് എന്ന നിഗമനത്തിലാണ് സൈന്യം ഉള്ളത്. അത്തരത്തിലാണ് റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ പുരോഗമിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അതിനുശേഷമുണ്ടായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ, അതിൽ പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ വലിയ പ്രകോപനത്തിനും ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും പാക് സൈന്യത്തിനും ഭീകരശക്തികൾക്കും അത്തരത്തിൽ അതിർത്തി മേഖലയിൽ വലിയ പരിക്കുകൾ, അക്രമങ്ങൾ ഭാരതത്തിൽ നടക്കാൻ സാധിക്കാത്ത പശ്ചാത്തലത്തിൽ ഭാരതത്തിനകത്ത് ഇതിനു മുൻപ് നിഴഞ്ഞു കയറിയിട്ടുള്ള അല്ലെങ്കിൽ അതിർത്തിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഭീകരരുടെ കമാൻഡർമാർ നിയന്ത്രിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ ജമ്മു കശ്മീരിൽ വിവിധയിടങ്ങളിലുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികൾ ഒപ്പം സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. ഇത്തരം സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിൽ ഭീകര പ്രവർത്തനങ്ങൾ
നീക്കങ്ങൾ, സ്ഫോടനമോ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് നേരെ വീണ്ടും അക്രമമോ നടത്താൻ ഇത്തരത്തിൽ ഭീകരശക്തികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന മുൻകരുതൽ നേരത്തെ തന്നെ സുരക്ഷാ സേന സ്വീകരിച്ചിരുന്നു. അതിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലും ഒപ്പം മുൻപ് ഭീകരന്മാരുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള നിരീക്ഷണവും പരിശോധനയും നടത്തുന്നുണ്ട്. നമുക്ക് ഈ കശ്മീരിലൂടെ യാത്ര ചെയ്യുമ്പോൾ അത് വളരെ വ്യക്തമായി കാണാനും സാധിക്കും. എല്ലാ മേഖലകളിലും വളരെ കൃത്യമായി സൈന്യം പ്രത്യേക ഓപ്പറേഷനിലൂടെ എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടത്തിക്കൊണ്ട് മുൻപോട്ട് പോവുകയാണ്. അതിർത്തി മേഖലയിലെ പ്രതിരോധ നിരക്ക് അപ്പുറത്തേക്ക് ജമ്മു കാശ്മീർ മേഖലയിൽ വിവിധ സ്ഥലങ്ങളിൽ സൈന്യത്തിന്റെ പരിശോധന നടന്നു വരികയാണ്. അത്തരത്തിൽ വളരെ കൃത്യമായി ലഭിച്ച ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ADGPയുടെ നിലവിൽ ഇപ്പോൾ സ്ഥിരീകരണം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചു. കുൽഗാം, ഷോപ്പിയാൻ മലനിരകൾക്കിടയിൽ ലഷ്കർ-ഇ തൊയ്ബ ഭീകരർ ആയുധവുമായി തമ്പടിച്ചിട്ടുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റാണ് ഓപ്പറേഷൻ കെല്ലർ എന്ന് പേരിട്ടുകൊണ്ട് ഭീകരവാദികൾക്കായുള്ള പരിശോധന ആരംഭിച്ചത്. പരിശോധനയ്ക്കിടെ ഏറ്റുമുട്ടലുണ്ടായി. ഭീകരർ സൈന്യത്തിന് നേരെ വെടിയുതിർത്തു. തിരിച്ചുണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലാണ് നിലവിൽ ലഷ്കർ-ഇ തൊയ്ബയുടെ 3 ഭീകരരെ സൈന്യം വധിച്ചിട്ടുള്ളത്. ഈ ഭീകരരുടെ ഐഡന്റിറ്റി സംബന്ധിച്ച് ഇതുവരെ ഒരു വിവരങ്ങൾ, ആരാണ് ഈ കൊല്ലപ്പെട്ടിട്ടുള്ളത്, അത് പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ ജമ്മു കാശ്മീർ സ്വദേശികളായിട്ടുള്ള മുൻപ് ആയുധ പരിശീലനം, ഭീകര പരിശീലനം ലഭിച്ചിട്ടുള്ളവരാണോ അല്ലെങ്കിൽ അതിർത്തി കടന്നു വന്നിട്ടുള്ളവരാണോ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നത് സംബന്ധിച്ചൊരു അവരുടെ ഐഡന്റിറ്റി സംബന്ധിച്ചുള്ള വിവരമാണ് പുറത്തു വരാനുള്ളത്. ഏതായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷോപ്പിയാനിലാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നതിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ അകലെ വനമേഖലയിലാണ്. ഷോക്കൽ കെല്ലർ എന്ന വനമേഖലയിലാണ്, ഷോപ്പിയാനുള്ളിൽ വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഔട്ടർ മേഖലകളിൽ വളരെ കൃത്യമായി സൈന്യം വാഹന പരിശോധന നടത്തുകയും കടന്നുപോകുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിക്കുകയും ഈ ഏറ്റുമുട്ടൽ നടക്കുന്നതിന്റെ ഔട്ടർ മേഖലയിൽ CRPF-ഉം ഒപ്പം സൈന്യവും ജമ്മു കാശ്മീർ പോലീസും കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സൈന്യത്തെ സംബന്ധിച്ച് ഭീകര വിരുദ്ധ നടപടികൾ ജമ്മു കാശ്മീരിൽ ശക്തമാക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിർത്തി മേഖലയിൽ പാക് സൈന്യത്തിന് ശക്തമായിട്ടുള്ള പ്രതികരണം നടക്കാൻ സാധിക്കാതെ വരികയും പാകിസ്ഥാന്റെ ശ്രമങ്ങളെ അതിശക്തമായി തിരിച്ചടിക്കുകയും ഭാരതത്തിന്റെ സൈന്യം ചെയ്തതോടെ രാജ്യത്തിനകത്ത് നിലവിലുള്ള സ്ലീപ്പർ സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണം നടത്താൻ സാധിക്കുമോ എന്നുള്ള ആസൂത്രണവും ഗൂഢാലോചനയും ഭീകരശക്തികളും പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും ചേർന്ന് നടത്തുന്നുണ്ട്. കാരണം അത്രയധികം കനത്ത പ്രഹരമാണ് ഭീകരവാദ ശക്തികൾക്ക് ഓപ്പറേഷൻ സിന്ദൂർ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യം മുൻകരുതൽ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രത്യേക പരിശോധനകളും ഓപ്പറേഷനുകളും നടക്കുന്നത്. അതിന്റെ ഭാഗമായി ഷോപ്പിയാൻ മേഖലയിൽ രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റ് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് 3 ലഷ്കർ-ഇ തൊയ്ബ ഭീകരരെ വധിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം എന്ന് കഴിഞ്ഞ ദിവസവും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അതിർത്തിക്കുള്ളിലുള്ളവരെ വകവരുത്തുക, വേണ്ടി വന്നാൽ അതിർത്തി കടന്നും ഭീകരരെ ഉന്മൂലനം ചെയ്യുക, അതാണ് ലക്ഷ്യം എന്ന് കഴിഞ്ഞ ദിവസവും പ്രധാനമന്ത്രി പറഞ്ഞുവല്ലോ. ഇതിപ്പോൾ ഈ പഹൽഗാം ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ടവർ ഇക്കൂട്ടത്തിൽ ഉണ്ടെന്നാണോ അതോ പ്രാദേശിക ഭീകരരാണോ, നുഴഞ്ഞു കയറിയവരാണോ? സൈന്യം എന്തെങ്കിലും പറയുന്നുണ്ടോ? കൃഷ്ണരാജ്, അത് സംബന്ധിച്ചൊരു വിശദീകരണം ലഭ്യമാകേണ്ടതുണ്ട്. നിലവിൽ ഈ കൊല്ലപ്പെട്ട ഭീകരരുടെ ഐഡന്റിറ്റി വ്യക്തമാക്കിയിട്ടില്ല. ഓപ്പറേഷൻ കെല്ലർ എന്ന് പേരിട്ടുകൊണ്ട് രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റാണ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ പഹൽഗാം ഭീകരാക്രമണം നടത്തിയവരാണോ ഈ സൈന്യത്തിന്റെ പിടിയിലായിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അത്തരത്തിലൊരു സ്ഥിരീകരണം സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. പഹൽഗാമിൽ സാധാരണക്കാരെ മതം ചോദിച്ചുകൊണ്ട് ഭീകരാക്രമണം നടത്തിയവരുടെ പേര് വിവരങ്ങളും ഫോട്ടോകളും പുറത്തു വന്നിരുന്നു. അതും 4 ഭീകരരാണ് ഉണ്ടായിരുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 3 ഭീകരരെ വധിച്ചിട്ടുണ്ട്. 1 ഭീകരൻ അല്ലെങ്കിൽ മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു. അതായത് ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവരാണോ ഇവിടെ സൈന്യം വളഞ്ഞ് ആക്രമിച്ചത് എന്ന്, അല്ലെങ്കിൽ സൈന്യം വളഞ്ഞുകൊണ്ട് അതിശക്തമായ നിയമ നടപടി സ്വീകരിച്ചത് എന്ന് നമുക്ക് വ്യക്തമായിട്ടില്ല. അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണവും സ്ഥിരീകരണവും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നാണ് നൽകേണ്ടത്. നമുക്കത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് നൽകാൻ സാധിക്കില്ല. നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം 3 ലഷ്കർ-ഇ തൊയ്ബ, നേരത്തെ പെഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയതും ലഷ്കർ-ഇ തൊയ്ബയുടെ ഭീകരരാണ്. 2 ജമ്മു കാശ്മീർ പ്രാദേശിക സ്വദേശികൾ, അവർ മുൻപ് അതിർത്തി കടന്നു പോവുകയും അതിർത്തിയിൽ ഭീകരവാദത്തിന് പരിശീലനം ലഭിക്കുകയും 2 പാക് സ്വദേശികളായിട്ടുള്ള ഭീകരരും ചേർന്നുകൊണ്ടാണ് പഹൽഗാമിൽ ഇത്തരത്തിൽ സാധാരണക്കാർക്ക് നേരെ ഭീകരാക്രമണം നടത്തിയത്. അവർക്കായുള്ള തെരച്ചിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സൈന്യം നടത്തിയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കുൽഗാം, ഷോപ്പിയാൻ മേഖലയിൽ വനമേഖലയിലാണ് ഇത്തരത്തിലൊരു ഏറ്റുമുട്ടലുണ്ടായിട്ടുള്ളത്. 3 ഭീകരരെ വധിച്ചിട്ടുണ്ട്. കൃഷ്ണരാജ്.
വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. ഷോപ്പിയാനിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു. 3 ലഷ്കർ ഭീകരരെ വധിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ. 1 കോടി രൂപ വരെയാണ് നൽകുക. ഭാരതത്തിൻ്റെ മിസൈലുകൾ പതിച്ച് തകർന്ന ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാനും പാകിസ്ഥാൻ സഹായം വാഗ്ദാനം ചെയ്യുന്നു. IMF ഫണ്ട് അടക്കം ഇതിനായി വിനിയോഗിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ഭീകരർക്ക് ധനസഹായ പ്രഖ്യാപനം നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ട ഓരോ ഭീകരന്റെയും കുടുംബത്തിന് 1 കോടി രൂപ നൽകും. ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ തകർന്ന ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാനും സാമ്പത്തിക സഹായമുണ്ട്. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന പാകിസ്ഥാനാണ് ഭീകരർക്ക് ധനസഹായം നൽകുന്നത്. IMF ഫണ്ടും മറ്റും ഭീകരർക്കായി നൽകാനാണ് നീക്കം. IMF ഫണ്ട് പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുമെന്ന് ഭാരതം പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഭീകരർക്കുള്ള ധനസഹായ പ്രഖ്യാപനവും. ജനം, ഡൽഹി. പട്ടിണിയും പരിവട്ടവും കൊണ്ട് നിൽക്കക്കള്ളിയില്ലാതെ നട്ടം തിരിയുന്ന സമയത്താണ് പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ വന്നതും തിരിച്ച് കനത്ത പ്രഹരമേറ്റതും. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന്റെ സാമ്പത്തിക മേഖലയ്ക്ക് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചത്. പാകിസ്ഥാന്റെ സാമ്പത്തികാവസ്ഥ ഇനിയും പരിതാപകരമാകുമെന്നാണ് മൂഡീസ് റിപ്പോർട്ട് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഭാരതവുമായി യുദ്ധത്തിനൊരുങ്ങിയാൽ പാക് സമ്പദ് വ്യവസ്ഥ ഉടനൊന്നും തിരിച്ചു കയറാനാകാത്ത വിധം തകർന്നടിയുമെന്നായിരുന്നു അമേരിക്കൻ റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. IMFന്റെ സഹായത്തിനായി കാത്തിരുന്ന പാകിസ്ഥാൻ അതിനിടയിലാണ് ഭാരതവുമായി കൊമ്പുകോർക്കുകയെന്ന സാഹസത്തിന് മുതിർന്നത്. കോവിഡ് പ്രതിസന്ധിയും രാജ്യത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വവും തകർത്തെറിഞ്ഞ പാക് സാമ്പത്തിക മേഖലയ്ക്ക് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം നൽകിയ തിരിച്ചടി താങ്ങാവുന്നതിലും അപ്പുറമാണെന്നാണ് വിലയിരുത്തൽ. അരിക്കും പച്ചക്കറിക്കും ഇന്ധനത്തിനുമായി ജനങ്ങൾ നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് പാകിസ്ഥാനിൽ. ഭാരതം സിന്ധു നദീജലക്കരാർ റദ്ദാക്കിയതും വാണിജ്യ ഇടപാടുകൾ അവസാനിപ്പിച്ചതും പാകിസ്ഥാനെ കൂടുതൽ ശ്വാസം മുട്ടിക്കും. ഇതിനു പുറമെയാണ് ഭാരതത്തിന്റെ ആക്രമണത്തിൽ തകർന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ നേരെയാക്കാൻ വലിയ തുക ചിലവഴിക്കേണ്ടി വരുന്നത്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് പ്രകാരം 2024 $11 ബില്യൺ സൈനിക ചെലവിനായി പാകിസ്ഥാൻ വിനിയോഗിച്ചത്. സാമ്പത്തിക നില വഷളാകുന്നതും വിദേശ കടം പെരുകുന്നതും ഈ തുക ഉയരാൻ കാരണമാകും. ഭാരതത്തിന് പാകിസ്ഥാന്റെ 8 മടങ്ങ് സൈനിക ചെലവ് ഉണ്ടെങ്കിലും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയാണ് രാജ്യത്തിന് ഗുണമാകുന്ന ഘടകം. വർഷങ്ങളായി ചൈന, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെയും ലോകബാങ്ക്, IMF ഉൾപ്പെടെയുള്ള ഏജൻസികളുടെയും സാമ്പത്തിക സഹായം ആശ്രയിച്ചാണ് പാകിസ്ഥാന്റെ അതിജീവനം. 2024 കണക്ക് പ്രകാരം $130 ബില്യൺ പാകിസ്ഥാന്റെ വിദേശ കടം. 1950 പാകിസ്ഥാൻ അന്താരാഷ്ട്ര നാണയനിധിയിൽ ചേരുന്നത്. ഇതിനോടകം 25 തവണയാണ് കടം വാങ്ങിയിട്ടുള്ളത്. ഈ വർഷം മാർച്ച് വരെ $6.2 ബില്യൺ കടമെടുത്തത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവരെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികം വാഗ്ദാനം ചെയ്ത് ജമ്മു കശ്മീർ പോലീസ്. ഷോപ്പിയാനിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കഴിഞ്ഞ മാസം 22 പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളെ ഭീകരർ കൊലപ്പെടുത്തിയത്. 3 ഭീകരരുടെ ചിത്രങ്ങൾ സഹിതമുള്ള പോസ്റ്ററുകളാണ് ജമ്മു കശ്മീർ പോലീസ് പുറത്തുവിട്ടത്. ഇവരെ പിടികൂടാൻ പൊതുജനങ്ങളുടെ സഹായം കൂടി ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. അതിനിടെ കുപ്വാരയിൽ പാക് ഷെല്ലിംഗ് നടന്ന പ്രദേശങ്ങൾ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സന്ദർശിച്ചു. പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ വിദേശകാര്യ പാർലമെന്ററി സമിതിക്ക് മുൻപാകെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഈ മാസം 19 വിശദീകരിക്കും. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലെ ആക്രമണം, വെടിനിർത്താനുള്ള DGMO തല ചർച്ചകൾക്ക് ശേഷവും പാകിസ്ഥാന്റെ പ്രകോപനം എന്നിവയടക്കം വിദേശകാര്യ സെക്രട്ടറി വിശദീകരിക്കും. സമീപകാലത്ത് നയതന്ത്ര ബന്ധം മോശമായ ബംഗ്ലാദേശ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായേക്കും. ശശി തരൂരാണ് വിദേശകാര്യ പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷൻ.
ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിലെത്തിയ സാഹചര്യത്തെ 1971 ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടവുമായി താരതമ്യം ചെയ്യേണ്ടതില്ലെന്ന് ശശി തരൂർ ഓപ്പറേഷൻ സിന്ദൂറിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ച് പ്രതിപക്ഷം നടത്തിയ നുണപ്രചാരണം പൂർണ്ണമായി പൊളിഞ്ഞതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പുൽവാമയ്ക്ക് പിന്നിൽ തങ്ങളാണെന്ന് പാകിസ്ഥാൻ എയർവൈസ് മാർഷൽ തുറന്ന് സമ്മതിച്ചു. എന്നാൽ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ നേതാക്കളും പ്രചരിപ്പിച്ചത് ഭീകരാക്രമണം നടത്തിയത് ഇന്ത്യയെന്നാണ്. ഇത്തരം ആളുകളാണ് ഇപ്പോൾ പ്രത്യേക പാർലമെന്റ് സമ്മേളനം ആവശ്യപ്പെടുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ പറഞ്ഞു. നാടിനെ നടുക്കിയ നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ ശിക്ഷാവിധി അല്പസമയത്തിനകം. 4 പേരെ കൂട്ടക്കൊല ചെയ്ത കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 6 ആണ് ശിക്ഷ വിധിക്കുക. കേസിലെ ഏക പ്രതി കേതൽ ജിൻസൺ രാജ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ശാലിനി ഒപ്പം ചേരും. ശാലിനി, വിധി പ്രസ്താവത്തിന്മേൽ വാദം പൂർത്തിയായോ? അല്പസമയത്തിനകം ഉണ്ടാകുമോ? കൃഷ്ണരാജ്, ഇന്നലെയാണ് ഈ കേസിൽ നിർണായകമായിട്ടുള്ള ആദ്യ വിധി കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. കുറ്റക്കാരനാണ് ജിൻസൺ രാജ എന്ന ഏക പ്രതി എന്നുള്ളത് കോടതി കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷാവിധി പ്രസ്താവിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റിയത്. ഇന്ന് രാവിലെ വിശദമായ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് 1:15 വിധി പ്രസ്താവം, അതായത് ശിക്ഷാവിധിയിന്മേലുള്ള വിധി പ്രസ്താവം നടക്കുമെന്നുള്ളതാണ് അഡീഷണൽ സെഷൻസ് കോടതി 6 അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്പസമയത്തിനകം തന്നെ ഏറെ നിർണായകമായ ലോകമനസാക്ഷി അടക്കം ഞെട്ടിച്ച നിർണായകമായിട്ടുള്ളൊരു കേസിൽ വിധി പറയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ 2-3 തവണയായി ഈ കേസിന്റെ വിധി പ്രസ്താവം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് നടപടികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അഡീഷണൽ സെഷൻസ് കോടതി 6 ജഡ്ജി കെ വിഷ്ണു വിധി പറയുമെന്നുള്ളത് തന്നെയാണ് മാധ്യമപ്രവർത്തകരായ നമ്മൾ ഓരോരുത്തരെയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കേസിന്റെ ആദ്യത്തെ നാളുവഴികൾ മുതൽ പരിശോധിക്കുകയാണെങ്കിൽ 2017 ഏപ്രിൽ 5-ാം തീയതിയാണ് ഈ ഒരു അരും കൊലപാതകം നടന്നിട്ടുള്ളത്. ക്ലിഫ് ഹൗസിന് സമീപം 117-ാം നമ്പർ വീട്ടിൽ അച്ഛനെയും അമ്മയെയും സഹോദരിയും ആദ്യം കൊലപ്പെടുത്തുക, പിന്നീട് അവരെ മഴു ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ ശേഷം അവരെ കത്തിക്കുക, അതിനുശേഷം ബന്ധു കൂടിയായ ലളിതയും കൊലപ്പെടുത്തി അവിടെ ബാത്റൂമിൽ സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2017 ഏപ്രിൽ 9-ാം തീയതിയാണ് ഈ കേസ് ലോകം അറിയുന്നതും ഒപ്പം തന്നെ വീട്ടിലെ അഗ്നിബാധ അടക്കമുള്ള കാര്യങ്ങൾ സമീപത്തെ വീടുകൾ സ്ഥിരീകരിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് കേതലാണ് ഈ കൊലപാതകം നടത്തിയതെന്നുള്ള നിർണായക തെളിവിലേക്ക് പോലീസ് എത്തുകയും ഇത്തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 8 വർഷമായി നടന്ന വിചാരണ നടപടികൾ, കഴിഞ്ഞ 1 വർഷത്തിന് മുൻപ് നടത്തിയ കുറ്റപത്രമടക്കം കോടതിയിൽ സമർപ്പിച്ചതടക്കമുള്ള നിർണായക നടപടികൾ പൂർത്തീകരിച്ചാണ് ഇന്ന് കേസിൽ വിധി പറയാൻ പോകുന്നത്. ശാസ്ത്രീയ തെളിവുകളൊക്കെ ജിൻസൺ രാജ എന്ന് പറയുന്ന ഏക പ്രതിക്ക് എതിരാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മഴു അടക്കം വാങ്ങിയതും ഒപ്പം തന്നെ ഫോണിൽ സെർച്ച് ചെയ്ത ശാസ്ത്രീയ തെളിവുകളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ അമ്മയെയും അച്ഛനോടുമുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു അരും കൊലയിലേക്ക് നയിച്ചതെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ മാനസിക രോഗം കൊണ്ടാണ് എന്നുള്ള പ്രതിഭാഗത്തിന്റെ എല്ലാ രീതിയിലുള്ള വാദങ്ങളും പ്രോസിക്യൂഷൻ തള്ളിയിരുന്നു. കേസിന്റെ അവസാന വിചാരണയിലേക്ക് കടക്കുമ്പോൾ ജിൻസൺ രാജ തന്നെ താൻ കൊലപ്പെടുത്തിയിട്ടുണ്ട്, കൊലപാതകം ചെയ്ത് താൻ തന്നെയാണ് എന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അങ്ങനെ എല്ലാ രീതിയിലുമുള്ള തെളിവുകൾ ജിൻസൺ രാജയ്ക്ക് എതിരാണ്. എന്നാലും അല്പസമയത്തിനകം കോടതി വിധി പറയാൻ പോവുകയാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന രീതിയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ ഈ കേസിനെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇത്തരത്തിലൊരു അരും കൊല, അച്ഛനെയും അമ്മയെയും സഹോദരിയും അടക്കം കൊന്നത് ഒരു മാനസിക രോഗത്തിന്റെ പിൻബലമില്ലാതെയാണ് എന്നുള്ളത് മാനസിക രോഗ വിദഗ്ധർ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതിന്റെ റിപ്പോർട്ടുകൾ അടക്കം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 92 പേജുള്ള വിശദമായ കുറ്റപത്രത്തിന്മേൽ അവസാന വാദം, ശിക്ഷാവിധിയിന്മേലുള്ള അവസാന വാദം തുടരുകയാണ്. എന്നാലും അല്പസമയത്തിനകം കേതൽ രാജയ്ക്ക് വധശിക്ഷയാണോ ജീവപര്യന്തമാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. എന്നാലും പരമാവധി ശിക്ഷ തന്നെ, അതായത് വധശിക്ഷ തന്നെ നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാകുമോ കോടതിയിൽ നിന്ന് വരാൻ പോകുന്ന വിധി എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. കൃഷ്ണരാജ്, നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ ശിക്ഷാവിധി അല്പസമയത്തിനകം. RSS പ്രവർത്തകനായിരുന്ന പട്ടത്താനം സന്തോഷിനെ വധിച്ച കേസിൽ 2ാം പ്രതി DYFI നേതാവ് കാളി സജീവിന്റെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി. കൊല്ലം ജില്ലാ 4th അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക. 1997 നവംബർ 24-ലാണ് RSS മണ്ഡൽ സേവാ പ്രമുഖായിരുന്ന സന്തോഷ് കൊല്ലപ്പെട്ടത്. കാളി സജീവ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കേസിലെ മറ്റു പ്രതികളെ നേരത്തെ കോടതി ശിക്ഷിച്ചിരുന്നു.
അന്ന് വാർഡ് മെമ്പറും CPM നേതാവുമായിരുന്ന MLA M. നൌഷാദിനെ ജില്ലാ കോടതി പ്രതിപട്ടികയിൽ ചേർത്തിരുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിലാണ് വിചാരണയിൽ നിന്ന് ഒഴിവായത്. അതിർത്തിയിലെ സാഹചര്യം സംബന്ധിച്ചുള്ള CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയുമായി മുതിർന്ന CPM നേതാവ് G. സുധാകരൻ. ചില തത്വജ്ഞാനികൾ ഇറങ്ങിയിട്ടുണ്ട്. യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അവരെ വടക്കേ അറ്റത്ത് കൊണ്ടു നിർത്തണം എന്നായിരുന്നു G. സുധാകരൻ്റെ വാക്കുകൾ. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ബീച്ചിൽ നടന്ന പരിപാടിയിലായിരുന്നു G. സുധാകരൻ്റെ മറുപടി. ഇതിൻ്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായി കഴിഞ്ഞു. അവരുടെ തത്വജ്ഞാനികൾ ഇറങ്ങിയിട്ടുണ്ട്. യുദ്ധത്തിൽ ആരും ജയിക്കാറില്ല എന്നല്ലേ ഒരാളുടെ പ്രസ്താവന. യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് കമന്ന് കിടന്ന് ഒരു വെടിവെച്ച് കൊണ്ടിട്ട് നമ്മളെ എന്താ ഈ പറയുന്ന ആളെ വടക്കേറ്റം കൊണ്ട് നിർത്തണം. യുദ്ധത്തെ വിമർശിച്ച് കുറെ തത്വജ്ഞാനികൾ ഇറങ്ങിയിട്ടുണ്ടെന്നും ആ മഹാനെ പിടിച്ച് വടക്കേ അറ്റത്ത് കൊണ്ടുപോയി നിർത്തണമെന്നുമായിരുന്നു G. സുധാകരന്റെ പരിഹാസം. ഭാരതത്തിലെ പട്ടാളക്കാരുടെ മിടുക്കും പട്ടാളത്തെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് സാമർഥ്യവുമുള്ളതിനാൽ ഭാരതത്തെ പരാജയപ്പെടുത്താൻ പാകിസ്ഥാന് കഴിയില്ല. യുദ്ധം അടിച്ചേൽപ്പിച്ചതാണെന്നും ആരും അങ്ങോട്ട് പോയി യുദ്ധം ചെയ്തതല്ലെന്നും G. സുധാകരൻ പറഞ്ഞു. യുദ്ധത്തിൽ ആരും ജയിക്കുന്നത് വലിയ തത്വജ്ഞാനാണ്. യുദ്ധത്തിൽ ജയിക്കും. യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധം ചെയ്യണം. സാധാരണ അത് യുദ്ധം പാടില്ല. യുദ്ധം അടിച്ചേൽപ്പിച്ചല്ലേ, അങ്ങോട്ട് പോയി ചെയ്തതല്ലോ. ഭാരതത്തിൽ കയറി ആരും ഒന്നും ചെയ്യില്ല. നമ്മുടെ സൈന്യത്തിന് പാരമ്പര്യമുണ്ട്. പാകിസ്ഥാനിൽ പക്ഷേ പട്ടാളം അധികാരം പിടിക്കുകയാണെന്നും ചെറിയ രാജ്യമായ പാകിസ്ഥാന് ഭാരതത്തെ തൊടാൻ പോലും കഴിയില്ലെന്നും സുധാകരൻ പറയുന്നു. INS വിക്രാന്ത് കൊച്ചിയിൽ നിർമ്മിച്ചതുകൊണ്ട് പ്രതികാര നടപടിയായി കൊച്ചിയിലേക്ക് മിസൈൽ വിട്ടാലും അത് സൈന്യം നോക്കിക്കോളുമെന്നും G. സുധാകരൻ പറഞ്ഞു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനം, ആലപ്പുഴ. PSC അട്ടിമറിക്കാൻ സമരപ്രഖ്യാപനവുമായി CPM സംഘടന. സ്ഥിരം തസ്തികകളിൽ തിരികെ കയറ്റിയ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇടതു സംഘടനകൾ മെയ് 20 നടത്തുന്ന ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായാണ് ഭരണഘടനാ വിരുദ്ധമായ ആവശ്യം ഉന്നയിച്ചത്. ജനം ബ്രേക്കിംഗ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെയ് 20 ഇടത് സംഘടനകൾ നടത്തുന്ന ദേശീയ പണിമുടക്കിൽ സെക്രട്ടേറിയറ്റിലെ CPM ജീവനക്കാരുടെ സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനും പങ്കെടുക്കുന്നുണ്ട്. പണിമുടക്കിന്റെ ഭാഗമായി ഇടത് സംഘടന പുറപ്പെടുവിച്ച നോട്ടീസിലാണ് വിചിത്രവും ഭരണഘടനാ വിരുദ്ധവുമായ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. സ്ഥിരം തസ്തികകളിൽ തിരികെ കയറ്റിയ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ആവശ്യം. PSCക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകളിൽ കരാർ ജീവനക്കാരെ നിയമിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് വ്യാപകമായിരുന്നു. സർക്കാരിന്റെ അവസാന കാലത്ത് സ്ഥിരപ്പെടുത്തി നൽകാമെന്ന ഉറപ്പും CPM പ്രവർത്തകരായ കരാർ ജീവനക്കാർക്ക് നൽകാറുണ്ട്. സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് തിരികെ കയറ്റിയവരെ സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യവുമായി CPM സംഘടന തന്നെ സമരത്തിനിറങ്ങുന്നത്. ഫലത്തിൽ ഭരണഘടനാ സ്ഥാപനമായ PSCയെയും ഉദ്യോഗാർത്ഥികളെയും നോക്കുകുത്തിയാക്കി പിൻവാതിൽ നിയമനം നൽകിയവർക്ക് സർക്കാരും CPMഉം സംരക്ഷണമൊരുക്കുകയാണ്. അംഗീകരിക്കപ്പെടുന്നതോടെ ഭാവിയിൽ PSCയുടെ പ്രസക്തി തന്നെ ഇല്ലാതാക്കുന്ന തെറ്റായ കീഴ്വഴക്കമായി ഇത് മാറുകയും ചെയ്യും. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല ദർശനത്തിന് ഈ മാസം 19 അയ്യപ്പ ദർശനം നടത്താനാണ് ആലോചന. ദർശനത്തിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും നിർദ്ദേശം നൽകി. 19 ശബരിമല ദർശനം നടത്തുമെന്ന് നേരത്തെ നിശ്ചയിച്ചുവെങ്കിലും അതിർത്തിയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ അത് താൽക്കാലികമായി മാറ്റുകയായിരുന്നു. ശബരിമല വാഴുന്ന ധർമ്മശാസ്താവിന്റെ മുന്നിലേക്ക് അനുഗ്രഹം തേടിയെത്തുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2 ദിവസത്തെ സന്ദർശനത്തിനെത്തുന്ന രാഷ്ട്രപതി മെയ് 19 അയ്യപ്പ ദർശനം നടത്താനാണ് ആലോചന. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും നിർദ്ദേശം നൽകി. ഇതിനായുള്ള പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറങ്ങി അവിടെ നിന്നും റോഡ് മാർഗമായിരിക്കും പമ്പയിലേക്ക് എത്തുക. ഇതിനുശേഷം പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും കെട്ടും കെട്ടിയാകും കാനവാസനെ കാണാനായി രാഷ്ട്രപതി എത്തുക. ഈ മാസം ആദ്യം തന്നെ 19 തീയതി രാഷ്ട്രപതി ശബരിമലയിലേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നു. പിന്നീട് അത് അതിർത്തിയിലെ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ മാറ്റുകയായിരുന്നു. 19 തീയതിയിലെ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇതിന്റെ ഭാഗമായി പൂർണ്ണമായും അന്ന് ഒഴിവാക്കിയിരുന്നു. സന്ദർശനം മാറ്റിയതുകൊണ്ട് പിന്നീട് വീണ്ടും ഭക്തർക്ക് ബുക്കിങ്ങിനുള്ള അനുവാദം നൽകുകയായിരുന്നു. ജനം, കൊച്ചി. മലപ്പുറം വളാഞ്ചേരി ഇരുമ്പിളിയം മാങ്കേരിയിൽ സ്ഥിതി ചെയ്യുന്ന അറയ്ക്കൽ ശ്രീ രുധിര മഹാകാളി ക്ഷേത്ര ഭൂമി വ്യാപകമായി കയ്യേറിയെന്ന് പരാതി. 282 ഏക്കറോളം ഉണ്ടായിരുന്ന ക്ഷേത്രഭൂമിയിലാണ് കയ്യേറ്റം. ഇപ്പോൾ ക്ഷേത്രം നിലനിൽക്കുന്നത് 35 സെന്റിൽ മാത്രമാണ്.
ക്ഷേത്രഭൂമിയിൽ നിരവധി അനധികൃത കെട്ടിടങ്ങൾ നിർമ്മിച്ചതായും ആക്ഷേപം ശക്തമാണ്. കാണുന്ന കുന്നിൻ പ്രദേശത്താണ് അറക്കൽ ശ്രീ രുദ്ര മഹാകാളി ക്ഷേത്രം നിലനിൽക്കുന്നത്. 281.98 ഏക്കർ ഭൂമി ക്ഷേത്രത്തിന്റെ കൈവശം ഉണ്ടെന്ന് വില്ലേജ് ഓഫീസ് രേഖകളിൽ തന്നെ വ്യക്തമാക്കുന്നു. എന്നാൽ കഴിഞ്ഞ 40 വർഷത്തിനിടെ ക്ഷേത്രഭൂമി വ്യാപകമായി കയ്യേറി. ക്ഷേത്രക്കുളം പോലും അന്യാധീനപ്പെട്ടു. ക്ഷേത്രത്തിന്റെ പത്തായപ്പുര അടക്കം സ്വകാര്യ വ്യക്തികൾ കൈക്കലാക്കി. 289 ഏക്കർ രേഖ പ്രകാരം വില്ലേജ് റെക്കോർഡ് പ്രകാരം ഇന്നും രേഖയിൽ ഭൂമി ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ കാണുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ആകെ 35 സെൻറ്റ് 40 സെൻറ്റാണ്. അടുത്ത പത്തായപ്പുര അടക്കം മറ്റൊരു വ്യക്തിയുടെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ഇപ്പോഴുള്ളത്. അതായത് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഒത്താശ അടക്കം. കാരണം ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ അന്വേഷിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഒത്താശ പ്രകാരമാണ് മുൻകാലങ്ങളിൽ ഇത് നടത്തി പോന്നിരുന്നത്. കാരണം ഒബ്ജക്ഷൻ ഇല്ലാത്ത ഒരു മൗനം സമ്മതം എന്നുള്ള നിലയ്ക്ക് ഇവർ കയ്യേറാനുള്ളൊരു സൗകര്യം ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ആരും അറിയാത്ത രീതിയിൽ തന്നെ അന്ന് വളച്ചേട്ടലോ കാര്യങ്ങളൊന്നും നടക്കണില്ല. പിന്നെ ആ ഒരു രേഖയും കാര്യങ്ങളും വ്യാജ ആധാരങ്ങളും വ്യാജ പട്ടയങ്ങളൊക്കെ നിർമ്മിച്ചതിന് ശേഷം പിന്നീട് അവർ അത് മതിൽ കെട്ടിയിട്ട് തിരിക്കലൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇവിടെ പൂജാകർമ്മങ്ങൾ നടക്കുന്നത്. നഷ്ടപ്പെട്ട ക്ഷേത്രഭൂമി തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികൾ. ഹൈക്കോടതിയിൽ അടക്കം കേസ് നൽകിയിട്ടുണ്ട്. വ്യാജ ആധാരം നിർമ്മിച്ചാണ് പലരും ക്ഷേത്രഭൂമി കൈക്കലാക്കിയത്. ഉദ്യോഗസ്ഥരുടെ ഒത്താശയും പിന്നിലുണ്ടെന്നും ആക്ഷേപമുണ്ട്. ഭൂമി കയ്യേറിയതിനാൽ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നു. നവീകരണം അടക്കം കൃത്യമായി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഭക്തർ ഇപ്പോൾ. വലിയ രീതിയിലുള്ള കയ്യേറ്റമാണ് അറക്കൽ രുദ്ര മഹാകാളി ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ളത്. ഇത് തിരിച്ചുപിടിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ഇവിടെയുള്ള ഭക്തർ. നിരവധി ആളുകളാണ് ക്ഷേത്രഭൂമി വർഷങ്ങളായി കയ്യേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കയ്യേറ്റം തുടരുന്നു. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കർമ്മനം, ജനം, മലപ്പുറം. റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്ന മുഹമ്മദ് ആട്ടൂർ തിരോധാന കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി. മാമി ആക്ഷൻ കമ്മിറ്റിയാണ് പരാതി നൽകിയത്. അന്വേഷണം കഴിയുന്നതുവരെ ഉദ്യോഗസ്ഥരെ മാറ്റരുതെന്നാണ് ആവശ്യം. അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി യു പ്രേമനെ കണ്ണൂർ സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്കാണ് മാറ്റിയത്. മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന ക്രൈംബ്രാഞ്ച് ഐ ജി പി പ്രകാശിനെ തീരദേശ പോലീസിലേക്കും സ്ഥലം മാറ്റിയിരുന്നു. ഇതിനെതിരെയാണ് ആക്ഷൻ കമ്മിറ്റി പരാതി നൽകിയത്. ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിന് പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ടെന്നാണ് ആരോപണം. അന്വേഷണം നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുന്നത് കേസ് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നു. 2023 ഓഗസ്റ്റ് 21 റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്ന മുഹമ്മദ് ആട്ടൂരിനെ കാണാതാകുന്നത്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ 22 ഉച്ചവരെ അത്തോളിപ്പറമ്പത്ത് തലക്കളത്തൂർ ഭാഗത്ത് മാമിയുള്ളതായി കണ്ടെത്തിയിരുന്നു. എന്നാൽ പിന്നീട് മാമിയെക്കുറിച്ച് ഒരു വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല. നടക്കാവ് പോലീസാണ് കേസ് ആദ്യം അന്വേഷിച്ചത്. അന്വേഷണം കാര്യക്ഷമമല്ലെന്ന കുടുംബത്തിന്റെ ആരോപണത്തിലും പരാതിയിലുമാണ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്. ജനം, കോഴിക്കോട്. കോഴിക്കോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സെക്സ് റാക്കറ്റിൽ കുടുക്കിയ പ്രതി പിടിയിൽ. അസം സ്വദേശിയായ പ്രതി ഒറീസയിൽ നിന്നാണ് പിടിയിലായത്. പ്രതിയുമായ അന്വേഷണ സംഘം കോഴിക്കോട്ടേക്ക് തിരിച്ചു. പെൺകുട്ടിയെ ജോലി വാഗ്ദാനം നൽകി കേരളത്തിലെത്തിച്ച് സെക്സ് റാക്കറ്റ് കെണിയിൽപ്പെടുത്തുകയായിരുന്നു. ദിവസവും 5-ലധികം പേർ പീഡനത്തിനിരയാക്കിയെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. ഇതര സംസ്ഥാനക്കാരായ മറ്റ് 6 യുവതികൾ കൂടി ഉണ്ടായിരുന്നുവെന്നും ഇവരെയെല്ലാം യുവാവ് പിന്നീട് മറ്റെവിടേക്കോ മാറ്റിയെന്നും പെൺകുട്ടി പോലീസിനോട് വെളിപ്പെടുത്തി. ലോഡ്ജിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയായിരുന്നു. പെൺകുട്ടി ഇപ്പോൾ CWCയുടെ സംരക്ഷണയിലാണ്. മലപ്പുറം കരിപ്പൂർ വിമാനത്താവളത്തിൽ 9 കോടിയുടെ വൻ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട. അബുദാബിയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് വിമാനത്താവളത്തിൽ പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ 2 പേരെ അറസ്റ്റ് ചെയ്തു. കരിപ്പൂർ എയർപോർട്ടിൽ വച്ച തിങ്കളാഴ്ച രാത്രിയാണ് പോലീസ് 18 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ ഇടവേലിക്കൽ കുഞ്ഞിപ്പറമ്പത്ത് വീട്ടിൽ പ്രന്തിജിൽ, തലശ്ശേരി പെരുന്താറ്റിൽ ഹിമം വീട്ടിൽ റോഷൻ ആർ ബാബു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് അബുദാബിയിൽ നിന്ന് കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ ഇത്തിഹാദ് എയർവേസ് ഫ്ലൈറ്റിൽ വന്ന യാത്രക്കാരനാണ് വലിയ ഒരു ട്രോളി ബാഗ് നിറയെ ഹൈബ്രിഡ് കഞ്ചാവുമായി എത്തിയത്. 14 വാക്വം പാക്കറ്റുകളിലായിട്ടായിരുന്നു 18 കിലോ കഞ്ചാവ് ട്രോളി ബാഗിൽ അടുക്കി വച്ചത്. ഇയാളിൽ നിന്ന് കഞ്ചാവ് ഏറ്റുവാങ്ങാൻ കാലിക്കറ്റ് എയർപോർട്ടിലെത്തി കാത്തു നിൽക്കുകയായിരുന്ന കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ
റോഷനും റിജിലുമാണ് ആദ്യം പോലീസ് പിടിയിലാകുന്നത്. എയർപോർട്ടിൽ ചുമ്മാ കറങ്ങാനും ഫോട്ടോ എടുക്കാനും വന്നതാണെന്നായിരുന്നു ഇവരുടെ ആദ്യത്തെ മറുപടി. തുടർന്ന് ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ലഹരിക്കടത്തിന്റെ കഥ ചുരുളഴിയുന്നത്. ബാങ്കോക്കിൽ നിന്നും അബുദാബി വഴി കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങുന്ന യാത്രക്കാരന്റെ ഫോട്ടോകളും മറ്റ് വിവരങ്ങളും റോഷന്റെ ഫോണിലുണ്ടായിരുന്നു. യാത്രക്കാരന്റെ വിവരങ്ങൾ ശേഖരിച്ച് പിന്തുടർന്നപ്പോഴേക്കും ഇയാൾ എയർപോർട്ട് വിട്ടിരുന്നു. എയർപോർട്ട് ടാക്സിയിലാണ് പുറത്തേക്ക് പോയതെന്ന് മനസ്സിലാക്കിയ പോലീസ് ടാക്സി ഡ്രൈവറെ തിരിച്ചറിഞ്ഞ് ഫോണിൽ ബന്ധപ്പെട്ട് വാഹനം സ്ലോ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപകടം മണത്ത യാത്രക്കാരൻ സിഗരറ്റ് വലിക്കാനാണെന്നും പറഞ്ഞ് കാറിൽ നിന്നും പുറത്തിറങ്ങി കടന്നു കളയുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ ലഗേജ് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തിയത്. ലഗേജും ഹാൻഡ് ബാഗും കാറിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട യാത്രക്കാരനായി ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു. സാധാരണ കഞ്ചാവിനേക്കാൾ വീര്യം കൂടിയ ഇവയ്ക്ക് ആവശ്യക്കാർ കൂടുതലാണ്. ആഭ്യന്തര വിപണിയിൽ ഗ്രാമിന് 5000 മുതൽ 8000 രൂപ വരെയാണ് ഇതിന്റെ വില. ജനം, മലപ്പുറം. ദുബായിലെ ഖരാമയിൽ മലയാളി യുവതി കൊല്ലപ്പെട്ട നിലയിൽ. കേസുമായി ബന്ധപ്പെട്ട് ഒപ്പം താമസിച്ചിരുന്ന ആൺ സുഹൃത്ത് പിടിയിൽ. വിതുര ബോണക്കാട് സ്വദേശിനി ആനിമോൾ ഗിൽഡയാണ് മരിച്ചത്. തിരുവനന്തപുരം വിതുര ബോണക്കാട് സ്വദേശിനി ആനിമോൾ ഗിൽഡയാണ് ദുബായിലെ കരാമയിൽ കഴിഞ്ഞ ദിവസം കുത്തേറ്റ് മരിച്ചത്. 26 വയസ്സായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സാമൂഹ്യ പ്രവർത്തകർ അറിയിച്ചു. നാട്ടിലേക്ക് കിടക്കാൻ ശ്രമിക്കവെയാണ് പ്രതി ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് പിടിയിലായത്. സമൂഹ മാധ്യമത്തിലൂടെ പരിചയത്തിലായ ആനിമോളെ UAE എത്തിച്ചത് ഇയാളാണെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. 1.5 വർഷം മുമ്പ് UAE എത്തിയ ആനിമോൾ ക്രെഡിറ്റ് സെയിൽസ് സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു. കൊലപാതകം നടന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസം ആനിമോളെ കാണാൻ പ്രതി അബുദാബിയിൽ നിന്ന് ദുബായിലെത്തിയിരുന്നു. പിന്നീടാണ് മൃതദേഹം താമസ സ്ഥലത്തു നിന്ന് കണ്ടെത്തുന്നത്. ഇവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസവും തർക്കവും കൊലപാതകത്തിലെത്തിയെന്നാണ് സുഹൃത്തുക്കൾ നൽകുന്ന വിവരം. ആനിമോളുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും വിശദാംശങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. കൊലപാതകത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണെന്നാണ് വിവരം. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ജനം, ദുബായ്. ഇടുക്കി തോപ്രാംകുടിയിൽ യുവാവിനെ മർദ്ദിച്ച് കൊല്ലാൻ ശ്രമം. ഉത്സവത്തിനിടെയുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തോപ്രാംകുടി സ്വദേശി വിജേഷ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ചയാണ് സംഭവം നടക്കുന്നത്. തോപ്രാംകുടി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗാനമേള അലങ്കോലപ്പെടുത്താൻ ഒരു സംഘം ശ്രമിച്ചു. കമ്മിറ്റിക്കാർ ഇത് തടയുന്നതിനിടെ വിജേഷും ഇടപെട്ടു. തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു. ശേഷം ഉത്സവം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ അക്രമി സംഘം വിജേഷിനെ തടഞ്ഞു. ഇതിനിടെ വാഹനങ്ങളിൽ കരുതിയിരുന്ന കമ്പിപിടികൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അക്രമി സംഘം വിജേഷിനെ അടിച്ചു വീഴ്ത്തി. തലയ്ക്കും കണ്ണിനും ഗുരുതരമായി പരിക്കേറ്റ വിജേഷ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കമ്പി അടിച്ചു. പിന്നെ ഒരാള് ഒരു കല്ലും കൊണ്ട് കണ്ണിട്ട് അടിച്ചിട്ടുണ്ട്. മുൻവൈരാഗ്യം ഉള്ളതായിട്ട് ഇന്നലെ ഇവന്മാര് വെല്ലുവിളിച്ചായിരുന്നു. 2-3 കൂട്ടുകാരോട് പറഞ്ഞായിരുന്നു അവനെ കൊന്നുകളയും എന്ന് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഈ പ്രശ്നം ഉണ്ടാകുന്നതിന്റെ അന്ന് വൈകുന്നേരം. ഒന്നാം പ്രതിയായ കിരണാണ് വിജേഷിനെ ക്രൂരമായി മർദ്ദിച്ചത്. കാമാക്ഷി സ്വദേശികളായ അനന്തു, സച്ചു, തോപ്രാംകുടി സ്വദേശികളായ ശരത്ത്, രാഹുൽ, പ്രകാശ് സ്വദേശി നോബിൾ മത്തായി, അരുൺ, അഭിലാഷ്, പടമുഖം സ്വദേശി സുധീഷ് വാസു, ദൈവമേട് സ്വദേശി വിഷ്ണു KV എന്നിവരാണ് അറസ്റ്റിലായ മറ്റ് പ്രതികൾ. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ എറണാകുളത്തു നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഉച്ചതിരിഞ്ഞ് അറസ്റ്റിലായ പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ആലപ്പുഴ ചെറുതന പുത്തൻതുരുത്തിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ കുട്ടിയടക്കം 6 പേർക്ക് കടിയേറ്റു. നാട്ടുകാരെ കടിച്ച നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. തെരുവുനായയുടെ കടിയേറ്റവർ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇന്നലെ രാത്രിയാണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. വളർത്തുമൃഗങ്ങൾക്കും കടിയേറ്റു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് തിരുവനന്തപുരം ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കാണ് സമർപ്പിക്കുക. PMSSY ബ്ലോക്കിലെ അത്യാഹിത വിഭാഗത്തിൽ 2 പ്രാവശ്യം തീ പടർന്ന സംഭവത്തിൽ സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കും.
ആദ്യമുണ്ടായ തീപിടുത്തത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധന തുടരവെയാണ് തീപിടുത്തമുണ്ടായത്. ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റം കുറയ്ക്കേണ്ടത് അനിവാര്യമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. കാര്യക്ഷമമല്ലാത്ത കുടിയേറ്റ നിയമങ്ങൾ ഉടൻ പരിഷ്കരിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇപ്പോഴെങ്കിലും നടപടിയെടുത്തില്ലെങ്കിൽ രാജ്യം അപരിചിതരുടേതായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയ്ക്ക് പിന്നാലെ കുടിയേറ്റ നിയമങ്ങൾ കർക്കശമാക്കാൻ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് ബ്രിട്ടനും. രാജ്യത്തെ തകർന്നു കിടക്കുന്ന കുടിയേറ്റ വ്യവസ്ഥകൾ ഉടൻ ശാക്തീകരിക്കും. കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കേണ്ടത് അനിവാര്യമാണെന്ന് താൻ ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും കുടിയേറ്റക്കാർക്ക് വേണ്ടി വാദിക്കുന്നവർ രാജ്യത്തിന്റെ പുരോഗതിയെ പിന്നോട്ടടിക്കുകയാണെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞു. To the British people on an entirely false premise, then you're not championing growth, you're not championing justice, or however else people defend the status quo. You're actually contributing to the forces that are slowly pulling our country apart. So yes, I believe in this. I believe we need to reduce immigration significantly. ബ്രിട്ടൻ അപരിചിതരുടെ ദ്വീപായി മാറുകയാണ്. നിലവിലെ കുടിയേറ്റ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. Now in a diverse nation like ours, and I celebrate that, these rules become even more important. Without them, we risk becoming an island of strangers, not a nation that walks forward together. So when you have an immigration system that seems almost designed to permit abuse, that encourages some businesses to bring in lower paid workers rather than invest in our young people. കുടിയേറ്റം സംബന്ധിച്ച ധവളപത്രം പുറപ്പെടുവിക്കുന്നതിന് മുന്നോടിയായാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ നിലപാട് അറിയിച്ചത്. ഗ്രാജുവേറ്റ് വിസകളുടെ കാലാവധി 18 മാസമാക്കി ചുരുക്കുക, വിദേശ വിദ്യാർത്ഥികളിൽ നിന്നും യൂണിവേഴ്സിറ്റികൾ നേടുന്ന വരുമാനത്തിന് 6% ലെവി ചുമത്തുക, ബ്രിട്ടനിലെ കുടിയേറ്റക്കാർക്ക് സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള കാലാവധി 5 വർഷത്തിൽ നിന്ന് 10 വർഷമായി ഉയർത്തുക എന്നതുൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പുതിയ നിയമപരിഷ്കരണം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഏറ്റവും പുതിയ വാർത്തയിലേക്ക്. നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ വിധി വരുന്നു. പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ, ഒപ്പം 3 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം എന്നാണ്. നാടിനെ നടുക്കിയ കൊലപാതകമാണ് നടന്നത്. അമ്മയെ, സഹോദരിയെ ഒക്കെ കൊന്ന കേതലിന് ഒടുവിൽ ജീവപര്യന്തം എന്ന വാർത്തയാണ് വരുന്നത്. ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി പറയൂ. കൃഷ്ണരാജ, അപൂർവമായ കേസ്. ആ കേസിൽ നിർണായകമായിട്ടുള്ള വിധി വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 6ന്റെ ഭാഗത്തു നിന്നും കോടതി വിധി ഇപ്പോൾ വന്നിരിക്കുന്നു. ജീവപര്യന്തം തടവിനൊപ്പം 3 ലക്ഷം രൂപ പിഴയടയ്ക്കണം കേതൽ ജിൻസൺ രാജ എന്നുള്ളതാണ് നന്ദൻകോട് കൂട്ടക്കൊല കേസിലെ നിർണായകമായിട്ടുള്ള വിധി. കഴിഞ്ഞ 8 വർഷം നടന്ന വിചാരണ നടപടികൾ, തെളിവെടുപ്പ്, ബാക്കി വിചാരണ, മൊഴിയെടുക്കൽ, ഒപ്പം തന്നെ കുറ്റപത്രം സമർപ്പിക്കൽ, അതിനുശേഷം 3 തവണ മാറ്റിവെച്ച കേസിൽ ഇന്ന് അപൂർവമായ കേസ് എന്ന് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. 3 ലക്ഷം രൂപ ജിൻസൺ രാജ പിഴയടയ്ക്കുന്നതോടൊപ്പം തന്നെ 12 വർഷം ജീവപര്യന്ത തടവും അനുഭവിക്കണം എന്നുള്ളതാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 6 ജഡ്ജി കെ വിഷ്ണു വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. തുടക്കം മുതൽ നമുക്കറിയാം ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ 2017 ഏപ്രിൽ 5-ാം തീയതി അമ്മയെയും ഒപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം ഏപ്രിൽ 5-ാം തീയതി തന്നെ അച്ഛനെയും വകവരുത്തുക, അതിനുശേഷം സഹോദരിയെയും കൊന്നതിന് ശേഷം വീടിന് തീയിടുന്ന സാഹചര്യം ഉണ്ടാവുക, അതിനുശേഷമാണ് ലളിത എന്ന് പറയുന്ന ബന്ധുവിനെ അടക്കം കൊന്ന് ബാത്റൂമിൽ സൂക്ഷിക്കുക. ആ സൂക്ഷിച്ച മൃതദേഹം പോലീസ് കണ്ടെടുക്കുന്നത് പുഴുവരിച്ച നിലയിലാണ്. അങ്ങനെ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് കൃത്യമായ രീതിയിൽ ഗൂഢാലോചന നടത്തി ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലെല്ലാം തന്നെ എങ്ങനെയൊക്കെ കൊല്ലണം, കൊലപാതകം നടത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് ജിൻസൺ രാജ കൊലയിലേക്ക് എത്തി എന്നുള്ളത് കോടതി അങ്ങനെ കണ്ടെത്തിയിരിക്കുകയാണ്. കോടതി ആദ്യം മുതൽ തന്നെ പറഞ്ഞതുപോലെ തന്നെ കുറ്റക്കാരനാണ്, അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ നൽകണമെന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇരട്ട ജീവപര്യന്തമാകും, വധശിക്ഷയാകും എന്നൊക്കെയുള്ള സൂചനകളും അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതിനെയൊക്കെ ഇപ്പോൾ തള്ളുകയാണ്. ഔദ്യോഗികമായി വിധി പ്രസ്താവം വരികയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയാണെങ്കിൽ 3 ലക്ഷം രൂപ പിഴയോടൊപ്പം തന്നെ 12 വർഷം ജീവപര്യന്തം തടവ് ജിൻസൺ രാജ അനുഭവിക്കുകയും ചെയ്യണം. ഈ 8 വർഷത്തെ വിചാരണ നടപടികളിൽ ഒരിക്കൽ പോലും കോടതിക്ക് മുൻപാകെയോ അല്ലെങ്കിൽ അഭിഭാഷകരുടെ മുൻപാകെയോ ഒരു രീതിയിലുള്ള മനസ്താവവും ഇല്ലാതെ പ്രതികരിച്ചൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആദ്യ ഘട്ടങ്ങളിലൊക്കെ മാനസിക പ്രശ്നങ്ങൾ
കാരണങ്ങളാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത്, തനിക്ക് മാനസിക രോഗമുണ്ട് എന്നതൊക്കെ വരുത്തി തീർക്കാൻ പ്രതിഭാഗം ശ്രമിച്ചുവെങ്കിലും അതിനെയൊക്കെ തച്ചുടയ്ക്കുന്ന തെളിവുകളും ശാസ്ത്രീയമായിട്ടുള്ള രേഖകളും ഒക്കെ കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ആ നിർണായക കേസിൽ ഇപ്പോൾ വിധി പ്രസ്താവം കൂടി വന്നിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ പരമാവധി ശിക്ഷ തന്നെ ഇപ്പോൾ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിനകം കോടതി നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം പ്രതി ജിൻസൺ രാജ, ഈ കേസിലെ ഏക പ്രതിയാണ്, ജിൻസൺ രാജയെ മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകും. അതിനുശേഷം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഏറെ നിർണായകമായ, ഏറെ പൈശാചികമായ, വലിയ രീതിയിൽ ലോകം ചർച്ച ചെയ്തൊരു കേസിലാണ് ഇന്ന് ശിക്ഷാവിധി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വിഷ്ണു എന്ന് പറയുന്ന അഡീഷണൽ സെഷൻ കോടതി ജഡ്ജി ഔദ്യോഗികമായി വിധി പ്രസ്താവം നടത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ ശിക്ഷാവിധിയിൽ അന്തിമവാദം ആരംഭിച്ചപ്പോൾ തന്നെ സമയം മാറ്റിവെച്ചിരുന്നു. രാവിലെ 11 മണിയോടുകൂടി വിധി വരുമെന്നായിരുന്നു ആദ്യഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ പിന്നീട് 1:15 വിധി പറയാൻ കേസ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സൂചനകൾ പ്രകാരം വധശിക്ഷയായിരുന്നു ലഭ്യമാകുമെന്നുള്ള സൂചനകൾ ലഭ്യമായിരുന്നത് കോടതിയിൽ നിന്ന്. പക്ഷേ അതൊക്കെ മാറി 12 വർഷം ജീവപര്യന്തവും 3 ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്നുള്ള നിർണായക വിധി അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ്. ഒരു രീതിയിലും പ്രതിക്ക് മനസ്താപപ്പെടാനോ അല്ലെങ്കിൽ പ്രതി കുറ്റം ചെയ്തതായി സമ്മതിക്കാതിരുന്ന സാഹചര്യത്തിൽ പ്രായമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കണമെന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദങ്ങളൊന്നും തന്നെ മുഖവിലേക്ക് എടുക്കാതെയാണ് കോടതി ഇപ്പോൾ ഈ ഒരു വിധി പ്രസ്താവം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വന്തം ജന്മം നൽകിയ അച്ഛനെ, ജന്മം നൽകിയ അമ്മ, അവരെ രണ്ടുപേരെയും അതിമൃഗീയമായാണ് ഓൺലൈൻ വഴി വാങ്ങിയ മഴ ഉപയോഗിച്ച് അച്ഛനെ ആദ്യം അമ്മയെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുക, തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുക, അതിനുശേഷം പിന്നീട് ഉച്ചയ്ക്ക് ശേഷം അച്ഛനെ അതേപോലെ തന്നെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുക, സഹോദരിയും, ചെറിയ കുട്ടിയാണ്, പെങ്ങളാണ്, സഹോദരിയാണ്, ആ സഹോദരിയെയും അതേ രീതിയിൽ തന്നെ പൈശാചികമായി കൊലപ്പെടുത്തി ആസ്ട്രൽ പ്രൊജക്ഷന് വിധേയമാക്കാനുള്ള കേതലിന്റെ ശ്രമമാണ് ഇത്തരത്തിലൊരു അരും കൊലയിലേക്ക് ക്ലിഫ് ഹൗസിന് സമീപത്തുള്ള 117-ാം വീട് മാറിയത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ആ നിർണായക കേസിലാണ് 8 വർഷത്തെ വിചാരണ നടപടികൾക്ക് ശേഷം ഇന്ന് ഔദ്യോഗികമായി വിധി വരുന്നത്. അങ്ങനെ കേതൽ 8 വർഷത്തെ വിചാരണ നടപടികൾക്കും വിധി പ്രസ്താവത്തിന് ശേഷം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പോകും. ജീവപര്യന്തം തടവിനൊപ്പം 3 ലക്ഷം രൂപ കൂടി പിഴ കൂടി വരുന്നതാണ് ഈ ഒരു ഔദ്യോഗിക വിധി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ കേസിന്റെ പശ്ചാത്തലം കൂടി ഒന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കണം ശാലിനി. കൃഷ്ണരാജ് 2017 ഏപ്രിൽ 5-ാം തീയതിയാണ് ഈ അരും കൊല പുറംലോകം അറിയുന്നത്. ഏപ്രിൽ 5-ാം തീയതി രാവിലെയോടുകൂടി മാധവ്, ഡോക്ടറാണ്, അവരെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നു. താൻ ചെയ്ത ഒരു ഓൺലൈൻ ഗെയിം കാണിച്ചു തരാമെന്നുള്ള വ്യാജേന മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ വാങ്ങി വെച്ചിരുന്ന മഴ ഉപയോഗിച്ച് കസേരയിലിരുന്ന ഈ ഒരു ഓൺലൈൻ ഗെയിമിന്റെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്ന അമ്മയെ ആദ്യം തലയ്ക്കടിച്ച് വീഴ്ത്തുന്നു. അടിച്ചു വീഴ്ത്തിയതിനു ശേഷം കൊല സ്ഥിരീകരിച്ച് അല്ലെങ്കിൽ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം അടുത്തുണ്ടായിരുന്ന മുറിയിലേക്ക് അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് മാറ്റുന്നു. തൊട്ടുപിറകെ ഉച്ചയോടുകൂടി അച്ഛനെയും സമാനമായ രീതിയിൽ ആ മുറിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അച്ഛനെയും സമാനമായ രീതിയിൽ കൊല ചെയ്യപ്പെടുന്നു. അച്ഛനെയും അതേപോലെ തന്നെ മറ്റൊരു മുറിയിലേക്ക് മാറ്റുന്നു. ശേഷം സഹോദരി, വളരെ ചെറിയ പ്രായമുള്ള കുട്ടിയാണ്, ആ കുട്ടിയെയും അവിടേക്ക് കൊണ്ടുപോയി സമാന രീതിയിൽ കൊലപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് പോയി വീണ്ടും ജിൻസൺ രാജ് വീട്ടിലേക്ക് എത്തുന്നു. പലർക്കും സംശയങ്ങൾ ഉണ്ടാകുന്നു. ലളിത എന്ന് പറയുന്ന അമ്മയുടെ സഹോദരിയെയും സമാനമായ രീതിയിൽ കൊലപ്പെടുത്തുന്നു, ബാത്റൂമിലേക്ക് മാറ്റുന്നു. പക്ഷേ അച്ഛനോടും അമ്മയോടും സഹോദരിയോടുമുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ മനസ്സിലെടുത്തുകൊണ്ട് പുറത്തുനിന്നും വാങ്ങിക്കൊണ്ടുവന്ന പെട്രോൾ ഒഴിച്ച് 2 നിലയുള്ള വീടിന്റെ മുകളിലത്തെ നിലയിലെ ബാൽക്കണിക്ക് സമീപമുള്ള മുറിയിലിട്ട് 3 പേരെയും കത്തിക്കുകയാണ് ജിൻസൺ രാജ ചെയ്തത്. ആ കത്തിച്ചതിന് ശേഷം ജിൻസൺ രാജ വീടിന് തീപിടിച്ചതിന്റെ സാഹചര്യത്തിൽ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട് ചെന്നൈക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമീപത്തുണ്ടായിരുന്ന ചില ബന്ധുക്കൾ അടക്കമുള്ളവരാണ് ഈ വീട്ടിൽ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് എത്തി തീയൊക്കെ അടച്ചതിന് ശേഷം പരിശോധന നടത്തിയപ്പോഴാണ് ബാത്റൂമിൽ ഒരു മൃതദേഹം കൂടി ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന പുഴുവരച്ച നിലയിലായിരുന്നു അമ്മയുടെ സഹോദരി ലളിതയുടെ മൃതദേഹം വന്ന് കണ്ടെത്തിയത്. എന്തായാലും ഏപ്രിൽ 5ഉം 6ഉം തീയതികളിൽ നടന്ന കൊലപാതകം തൊട്ടു പിന്നാലെ നാടുവിട്ട ജിൻസൺ രാജ ഏപ്രിൽ 9-ാം തീയതി തിരികെ ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്നു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ പോലീസിന്റെയും RPFന്റെയും
മുന്നിലേക്ക് ഇയാൾ എത്തുന്നു, പോലീസ് പിടികൂടുന്നു. അതിനുശേഷം കന്റോൺമെന്റ് പോലീസ് അടക്കമുള്ളവരെയും മ്യൂസിയം പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്യലുകൾ നടത്തുന്നു. പക്ഷേ ആദ്യ ഘട്ടങ്ങളിലൊന്നും സമ്മതിക്കാതിരുന്ന ജിൻസൺ രാജ മാനസിക പ്രശ്നമാണ് എന്നുള്ള രീതിയിലൊക്കെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പിന്നീടാണ് പല കാര്യങ്ങളും പുറത്തേക്ക് വന്നത്. മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം, ലാപ്ടോപ്പുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ മ്യൂസിയം പോലീസിനടക്കം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അതിൽ ആസ്ട്രോ പ്രൊജക്ഷനെ പറ്റി പല ഘട്ടങ്ങളിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നു. ഒരാത്മാവിനെ എങ്ങനെ ശരീരത്തിൽ നിന്നും മോചിപ്പിക്കാം എന്ന കാര്യങ്ങൾ ജിൻസൺ രാജ നോക്കിയിരുന്നു. കൂടാതെ ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിപ്പിക്കാതിരുന്ന അല്ലെങ്കിൽ വിദേശത്തേക്ക് അടക്കം അയക്കാതിരുന്ന പിതാവിനോടുള്ള ദേഷ്യവും വൈരാഗ്യം അതൊക്കെ ഈ അരുംകൊലയിലേക്ക് എത്തി എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്ത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടത്തിയപ്പോൾ ആദ്യഘട്ടങ്ങളിൽ ഒന്നും തന്നെ തനിക്ക് മാനസിക പ്രശ്നങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ജിൻസൺ രാജ നടത്തിയതെങ്കിൽ പിന്നീട് കേസ് കോടതിയിലേക്ക് എത്തുമ്പോൾ ഔദ്യോഗികമായി കോടതിക്ക് മുൻപാകെ ജിൻസൺ രാജ കൊലപാതകം ചെയ്തത് സമ്മതിക്കുന്നു. പിതാവിനോടുള്ള വൈരാഗ്യം, അച്ഛനോടും അമ്മയോടും സഹോദരിയോടുമുള്ള വൈരാഗ്യം, ഗൂഢാലോചന നടത്തി, മൊബൈലിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശേഖരിച്ചു, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചു. കൂടാതെ ഓൺലൈൻ ഗെയിമിന് താൻ അഡിക്റ്റ് ആയിരുന്നു. ആ ഓൺലൈൻ ഗെയിമിൽ ഉണ്ടായിരുന്ന ചില രീതിയിൽ തന്നെയാണ് ഈ ഒരു കൊല നടത്തിയത്. ആസ്ട്രോ പ്രൊജക്ഷൻ ആണ് ഈ കൊലയ്ക്ക് പിന്നിലുള്ള കാര്യങ്ങൾ. ഒപ്പം തന്നെ ഓൺലൈനിൽ താൻ വാങ്ങിയ ഫ്ലിപ്കാർട്ടിലൂടെ വാങ്ങിയ മഴുവിന്റെ അടക്കമുള്ള രേഖകളും ബില്ലുകളും അടക്കമുള്ള കാര്യങ്ങൾ ശാസ്ത്രീയ തെളിവിലൂടെ പോലീസ് കണ്ടെത്തുന്നു. അതൊക്കെ തിരിച്ചടിയായി കേഡൽ ജിൻസൺ രാജയ്ക്ക് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനുശേഷം പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ, 3 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 6 ശിക്ഷ വിധിച്ചത്. കേസിലെ ഏക പ്രതി കേദൽ ജിൻസൺ രാജ. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരേണ്ടതുണ്ട് അടുത്ത ബുള്ളറ്റിനിൽ. നമസ്തേ.